ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്റ്റീവൂട്ടാനുള്ള ബുക്സും പെൻസിലും ഒക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞ അനുസരിച്ച് ഒട്ടുള്ള ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. കാര്യം ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ സ്കൂൾ തുറക്കാൻ, അതുകൊണ്ട് ഇപ്പോഴും തന്നെ വാങ്ങിക്കാമെന്ന് കരുതി. സ്റ്റീവൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ് അവനുള്ള ബുക്സൊക്കെ വാങ്ങിക്കാനായിട്ട്. അവനാണ് ആദ്യമേ റെഡിയായാലും പോവാന്ന് പറയുന്നതാണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള കടയിലാണ് നമ്മൾ പോയത്. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ഇപ്പോൾ എല്ലാ കടകളിലും, ഒട്ടുമിക്ക കടകളിലും ഇങ്ങനെ എല്ലാ തരം ബുക്സും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പലതരത്തിലുള്ള ബ്രൗൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, പലതരത്തിലെ എറൈസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതിൽ ആവശ്യമുള്ള കുറച്ച് ബുക്സും അവനാവശ്യമുള്ള കുറച്ച് കളിപ്പാട്ടമല്ല, കുറച്ച് ഇറേസർ, ഷാർപ്നറൊക്കെ വാങ്ങി. അപ്പോൾ അവനവിടെ ഒരു മുട്ടായി കണ്ടു, കണ്ണ് മുട്ടായി. അതവന് വേണമെന്ന് പറഞ്ഞ് വാങ്ങി. അത് ശരിക്കും അവന് ഞങ്ങൾ കഴിക്കാൻ കൊടുത്തില്ല, പക്ഷെ അവനത് കളിക്കുന്ന പോലെ അവനത് വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എന്തൊക്കെ വാങ്ങിയെന്ന് കാണിച്ചു തരാം. അതൊക്കെ വാങ്ങിയെന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഒരു ക്രയോൺ ബോക്സ്, 2 ക്രയോൺ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് വീട്ടിലേക്ക്, ഒന്ന് സ്കൂളിലേക്കുള്ളത്. ഒരു ഫുൾ ക്രയോൺ ബോക്സ്. ഇതിൻ്റെ വലുതും ഉണ്ടായിരുന്നു, പല ടൈപ്പ് ക്രയോൺസ്, സ്കെച്ചസ്, പല പെയിൻറ്റിങ് ഇതും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനകത്ത് സ്മോൾ ക്രയോൺസ് ആണ് വാങ്ങിയത്, കാര്യം കുഞ്ഞുമക്കൾക്ക് ഇതല്ലേ ആവശ്യമുള്ളൂ. അത് പിന്നെ വാങ്ങിച്ചത് ഒരു 3 ബുക്സ്. 3 ബുക്സ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അവർ നമുക്ക് ലിസ്റ്റ് ഇട്ട് തരുന്നത്. അതിൽ 3 ബുക്സ് എന്ന് വെച്ചാൽ ഒന്ന് സ്ക്വയർ ബുക്ക്, പിന്നെ ഒന്ന് 4 ലൈൻ, പിന്നെ ഒന്ന് 2 ലൈൻ ബുക്ക്. ഇതാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ ആസ് യൂഷ്വൽ ഇറേസറും ഷാർപ്നറും. പണ്ടൊക്കെ നമ്മൾ റബ്ബർ കട്ടർ എന്നാണ് പറയുക, ഇപ്പോൾ ഇറേസർ, ഷാർപ്നർ. അതിൽ ഇത് തന്നെ പല ഷേപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഒരു ടെഡി, സ്നോ ബെയറിൻ്റെ ഒക്കെ തന്നെ പല ഷേപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഇപ്പോഴത്തെ കുഞ്ഞുമക്കൊക്കെ ഇല്ല അല്ലേ. ഒന്നത് പ്ലേ സ്കൂളിലാണ്, അപ്പോൾ നമുക്ക് ഈ ചെറുതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെറുത് തന്നെ നോക്കി വാങ്ങിയത്. ഇത് കഴിഞ്ഞിട്ട് അപ്സരയുടെ ഒരു പാക്കറ്റ് പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. അവരൊരു 4 പെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മളിത് വാങ്ങിച്ചു വരാം. പെൻസിൽ എന്തായാലും കുട്ടികൾക്ക് ആവശ്യം വരുന്നായിരുന്നാലുമേ ഒന്ന് തീർത്തതിന് ശേഷം ഞാൻ അടുത്തത് കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ മക്കളെപ്പോഴും ഓരോ സാധനത്തിൻ്റെയും വാല്യൂ അറിഞ്ഞ് വളരണം എന്നുള്ള കൺസെപ്റ്റാണ് എനിക്ക്. കാരണം ഒരു പെൻസിൽ പോലും അവർ സൂക്ഷിച്ച് യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് ഈ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ അറിയാം. അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, പിന്നെ പുതിയൊക്കെ ഇടാൻ പറ്റൊരു സ്റ്റാപ്ലർ പിന്ന് ഒക്കെ വാങ്ങി. പിന്നെ ഒരു മിക്കി മൗസ്, ആസ് യൂഷ്വൽ മിക്കി മൗസ് എന്ന് വെച്ചാൽ എനിക്കും സ്റ്റീവിനും വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം. മിക്കി മൗസ് ആക്ച്വലി എനിക്കാണ്. പണ്ട് എനിക്കൊരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു മിക്കി മൗസിൻ്റെ, ഒരു പാവക്കുട്ടി. അതിനുശേഷം മിക്കി മൗസ് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി എൻ്റെ ചേച്ചിയുടെയാണ്. ചേച്ചി കളിച്ച് കഴിഞ്ഞപ്പോൾ അത് എനിക്ക് കിട്ടി. ഇപ്പോൾ എനിക്ക് മിക്കി മൗസ് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റീവിന് ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് മിക്കി മൗസ് ആയിരുന്നു. സ്റ്റീവിൻ്റെ ബാത്റൂം കഥക് മിക്കി മൗസ് ആണ്. എൻ്റെ ഫോണിൻ്റെ കവർ, പണ്ടത്തെ ഫോൺ കവർ മിക്കി മൗസ് ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി കിട്ടിയൊരു കാര്യമായിരുന്നു. ഓക്കെ, അപ്പം ഇപ്പോഴും ഞങ്ങളിത് മനഃപൂർവ്വം തന്നെ നോക്കിയെടുത്ത് മിക്കി മൗസിൻ്റെ തന്നെ അവനും ഇഷ്ടമാണ് ഇപ്പോൾ മിക്കി മൗസ്. അപ്പം അതിൻ്റെ ഒരു നെയിം സ്ലിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, പൊതി ഇടാനായിട്ട് പണ്ടൊക്കെ ബ്രൗൺ പേപ്പറാണ്, അതും ഉണ്ടായിരുന്നു. അങ്ങനത്തെ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ കളർ ട്രാൻസ്പെറൻറ്റ് പേപ്പേഴ്സ് ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്താൽ നമുക്ക് അതിൽ തന്നെ അറിയാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ നെക്സ്റ്റ് പൊട്ടിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ട്രാൻസ്പെറൻറ്റ്, അതുപോലെ ഇത് എനിക്ക് തോന്നുന്നു വാട്ടർ പ്രൂഫാണ്. വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ തങ്ങി നിൽക്കില്ലല്ലോ. മറ്റേത് വെച്ചാൽ നമ്മുടെ ബ്രൗൺ പേപ്പേഴ്സിലൊക്കെ വെള്ളം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അത് പിന്നെയും മാറ്റി വീണ്ടും പൊതിയണം. അപ്പോൾ അതിനായിരിക്കാം മേ ബി ഇങ്ങനത്തെയൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കും. ഇതിന് പല കളേഴ്സ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ യെല്ലോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഒരെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവനിപ്പം സ്കൂളിലേക്ക് ആക്ച്വലി ഇവർ എന്താ പ്ലേ സ്കൂളിലേക്കുള്ള ബുക്സാണിത്.